എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇനിയും ഞാനും എൻ്റെ ഫാമിലിയും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. കുറേ കാലമായിട്ട് എന്താ പറയുക, ഇങ്ങനത്തെ വീഡിയോസ്, ട്രാവൽ വീഡിയോസൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇന്നിപ്പം കാരണം എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യാറ് കുറവായിരുന്നു. കാരണം ഇങ്ങനെ പോലെ വലിയ വെക്കേഷൻ 2 മാസം കിട്ടിയെങ്കിലും ആ സമയത്തൊന്നും പിള്ളേരെയും കൊണ്ട് ഇങ്ങനൊരു എന്താ പറയുക ടൂർ പോകാനോ, ടൂറെന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനൊരു പുറത്ത് ഔട്ടിങ് പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിപ്പം പെരുന്നാളിൻ്റെ സമയത്ത് ബക്രീദിൻ്റെ 2 ദിവസം അവധി കിട്ടിയല്ലോ, പിന്നെ സൺഡേ, അങ്ങനെ 2 ദിവസത്തെ അവധി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് അങ്ങനെ പോകാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് പോവാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ? അടിപൊളിയല്ലേ? ഇത് കൂടരഞ്ഞിന്ന് കൂമാറയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ. നല്ല അടിപൊളി റോഡായിരുന്നു, നല്ല വ്യൂ ഉള്ള റോഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് പിള്ളേർ അങ്ങനെ പുറത്ത് ഇങ്ങനെ പാർക്കിലൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വലിയ വെക്കേഷൻ കിട്ടിയിട്ടും അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് കോഴിക്കോട് ബീച്ചിലൊക്കെ ഒന്ന് പോയതേ ഉണ്ടായിരുന്നുള്ളൂ, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നൊരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് പോകുന്നത്, എന്നാണ് പോകുന്നത് എന്നുള്ള പ്ലാനൊക്കെ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. യാത്ര ഒരു പകുതി ആയപ്പോഴത്തേക്കും എൻ്റെ കൊച്ച് ഇളയാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മൂത്തൻ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു വലിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ഏതാണ് ആ വെള്ളച്ചാട്ടം എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ നല്ല മലകളും, മലകളുടെ മുകളിൽ കുറേ ബിൽഡിങ്ങുകൾ, പള്ളികൾ ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഈ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ പ്രദേശം ഒരു കുന്നിൻ്റെ മണ്ടയിലാണ്. ശരിക്ക് കുറേ മലയും കാടും ഒക്കെ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം അത് കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക ബിൽഡിങ്ങുകളും റിസോർട്ടുകളും പിന്നെ ഇതുപോലുള്ള പാർക്കുകൾ തന്നെയാണെങ്കിൽ 2-3 എണ്ണമൊക്കെ തന്നെ ഉണ്ട്. വെള്ളച്ചാട്ടവും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. മുന്നേ ഞങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ, വേറെ ഒരു പാർക്കിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുന്നത് സ്കൈ വേവ് എന്ന് പറഞ്ഞൊരു വാട്ടർ പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാലം നല്ല പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ പിള്ളേർക്ക് മാത്രം പോകാനും എൻജോയ് ചെയ്യാനും പറ്റിയ പാർക്കുകളിലൊക്കെ പോയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഞങ്ങൾക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു പാർക്കിലോട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ അവസാനം നമ്മളിതാ അതിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ വരവേൽക്കാനായിട്ട് ഒരു ആനയൊക്കെ നിൽപ്പുണ്ട്. ആന എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒറിജിനലാന്ന് തോന്നും, പക്ഷേ ഒരുപാട് കാണുമ്പോൾ ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു ഒറിജിനൽ അല്ലാത്ത ഒരു ആനയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് ഇത് എവിടെയാണെന്നോ എന്താണെന്നോ കാർ പാർക്കിംഗ് എവിടെയാണെന്നോ എന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് ഞങ്ങളിങ്ങനെ തപ്പിക്കളിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഓടി വന്ന് ദാ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഞങ്ങളിങ്ങനെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. മൊത്തത്തിൽ വെള്ളത്തിലുള്ള കളികളായതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്താ പറയുക, പിള്ളേരും എല്ലാവരും കൂടെ നനഞ്ഞ് കഴിയുമ്പം ഒരു ബുദ്ധിമുട്ടാവില്ലേ, അപ്പോൾ അവരെ നോക്കാനും ആൾ വേണം. പക്ഷേ എനിക്ക് എന്തോ ഒരു മടിയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വന്നത്. അവിടുത്തെ ഒരു ആകെ മൊത്തം വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ പോസ്റ്റ് അടിക്കേണ്ടി വന്നു, കാരണം ഹസ്ബൻഡിന് ചെറിയൊരു കോള് വന്നു. അങ്ങനെ ആ കോളും കൊണ്ട് ഒരു 10 മിനിറ്റ് ഞങ്ങളവിടെ പോസ്റ്റായി. കുഴപ്പമില്ല, ഞങ്ങളവിടെ കുറച്ച് വട്ടങ്ങളൊക്കെ നടന്നു, കുറച്ച് നേരം ആനയുടെ അടുത്തൊക്കെ പോയി അങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിന്നു. പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ തിരമാല ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി ടിക്കറ്റൊക്കെ എടുത്തു. അവിടുന്ന് എന്താ പറയുക, പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ കാര്യമായിട്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റായി പോയോ എന്നൊരു തോന്നൽ, കാരണം എല്ലാത്തിലും കയറി ഇറങ്ങാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല എന്ന് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു വേഗം വിട്ടോ അല്ലെങ്കിൽ ലേറ്റായി പോകും, നിങ്ങൾക്ക് എല്ലാത്തിലും കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് വേഗം ഓടിച്ചെന്ന് ആദ്യം കണ്ടെടുത്ത് ആദ്യം ചാടിയിട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. പിള്ളേർ ഇടം വല്ലതും ഒന്നും നോക്കാതെ അവർ വെള്ളത്തിൽ ചാടിയിട്ടോ. അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ വെള്ളത്തിൽ ഇറങ്ങാനൊരു മടിയായിരുന്നു. എന്താ വെള്ളം കണ്ട അലർജിയാണോ എന്ന് ചോദിക്കരുത് കേട്ടോ, അലർജി ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ ഉള്ളൊരു ചെറിയൊരു മടി, അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ കരയ്ക്ക് നിന്ന് ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഹസ്ബൻഡും പിള്ളേരും ഒരേ ഒരു നിർബന്ധം, അമ്മയും വാ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. വലിയ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ ഇറങ്ങുന്നുണ്ട്, അമ്മയും വാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം കേട്ടോ. ഹസ്ബൻഡും പറഞ്ഞു, നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പോസ്റ്റായിട്ട് അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ, ഒരു കാര്യത്തിൽ നിനക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം മൊത്തം വെള്ളത്തിലുള്ള ഒരു കളിയാണല്ലോ.
അങ്ങനെ കുറച്ച് നേരം ഞാൻ ഡിമാൻഡ് അടിച്ച് അവിടെ നിന്നെങ്കിലും പിന്നെ ഞാനും ഇറങ്ങി കേട്ടോ. മെല്ലെ വെള്ളത്തിലോട്ട് ഇറങ്ങി. ഭയങ്കര മടിയോടുകൂടിയാണ് ഇറങ്ങണത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതിന് മുന്നേയും ഇതുപോലത്തെ വാട്ടർ പാർക്കിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർ ഇറങ്ങി, വലിയവർക്ക് അങ്ങനെ ഇറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം പിള്ളേർക്കുള്ള പാർക്കുകളായിരിക്കും അധികം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ വെള്ളത്തിലിറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിള്ളേരോട് പറയും, മതിയുടെ കളിച്ചത്, വെള്ളത്തിൽ ഇനി ഒരുപാട് നേരം കളിക്കേണ്ട, പനി പിടിക്കും, മതി കയറിക്കോ എന്നൊക്കെ പറയുന്ന ഞാനാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു രസം പിടികിട്ടിയത്. എന്താണോ വെള്ളം കാണാത്ത കളിയായിരുന്നു ശരിക്കും. വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് വേവ് പൂളിലോട്ടാണ് കേട്ടോ. വേവ് പൂൾ പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ തിരമാല വരുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബീച്ചിൽ കടലിലൊന്നും പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കുളിക്കുന്നില്ല, ജസ്റ്റ് കാലൊക്കെ നനയ്ക്കുന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും ആ തിരമാലയുടെ ഒരു രസം പിടികിട്ടിയത് ഇന്നാണ് കേട്ടോ, ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ അവർ ഒരു ദിവസത്തിൽ 2 നേരം മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ, ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരം. ആ വൈകുന്നേരം ഞങ്ങൾ ആ ചെന്ന സമയത്ത് തന്നെ ആയിരുന്നു, ചെന്ന സമയം കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഇത് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റി, ഇല്ലെങ്കിൽ പിന്നെ അത് മിസ്സായി പോയേനെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് അവിടെ നിന്ന് കയറി കേട്ടോ. എന്താണേലും പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി ആയിട്ട് എന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് താമരശ്ശേരി കക്കാടംപൊയിൽ സ്കൈ വേവ് പറഞ്ഞ പാർക്കിലാണ് കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ മടിച്ചു നിന്ന ഞാനാണ് കേട്ടോ. കണ്ടതിലെല്ലാം വലിഞ്ഞു കയറി, ഒന്നിനും പേടിയും മടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒന്നിലും കയറാൻ പേടിച്ചില്ല മടിച്ചില്ല, എല്ലാത്തിലും കയറി കേട്ടോ. പിന്നെ ഒരു ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു, ഹൊറർ ഹൗസിലും കയറി. പിള്ളേർക്ക് പേടിയാവുമെന്ന് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, വീഡിയോ ഒക്കെ പിടിച്ച് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഓഫ് ആക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയിട്ടോ. പക്ഷെ പിള്ളേർക്ക് പേടി ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറയണ്ട, അമ്മ നമുക്ക് ഇനി അങ്ങോട്ട് പോകണ്ട കേട്ടോ എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കൂത്തും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നനഞ്ഞൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, വെള്ളത്തിൽ ഒരുപാട് കളിച്ചുകൊണ്ടാണോ എന്നറിയില്ല, വിശപ്പിൻ്റെ വെളി എങ്ങുന്നോ പറന്നെത്തി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ആദ്യം കണ്ട ചായക്കടയിൽ നിർത്തിയതാണ്. എന്തോരം തിരക്കാണ്, എന്താ തിരക്കെന്നറിയില്ല, എന്താ ഇവിടെ സ്പെഷ്യൽ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ കയറി നോക്കിട്ടോ. കാരണം ഇത്രയും തിരക്കുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത കാണണമല്ലോ. പക്ഷെ ആ ചായക്കടയിൽ ആകെ ചായയും പഴംപൊരിയും മാത്രം ഉണ്ടായിരുന്നു. ഇത് തിന്നാനാണോ ഇത്ര ആൾക്കാർ ഇതിനകത്ത് തടിച്ചു കൂടിയെന്ന് അന്നേരം വിചാരിച്ചു. അതെന്തെങ്കിലും ആട്ടെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് അവിടെ നേരെ സ്ഥലം വിട്ടു കേട്ടോ. പോകുന്ന വഴിക്ക് എനിക്ക് എന്തോ ഒരു ക്ഷീണമോ ബോധക്കേടോ കാലവർക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത് കണ്ട ഹോസ്പിറ്റലിൽ കയറി കാണിച്ചു. അവർ ട്രിപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ അടുത്ത റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാനും പിള്ളേരും നൂഡിൽസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഹസ്ബൻഡിന് ബിരിയാണിയും ഓർഡർ ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ബോറടിയും ഇരിപ്പം കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് ശരിയാവില്ല എന്ന്. അങ്ങനെ അവർ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് എന്ത് സ്നാക്സ് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഫുഡ് വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ അല്ലേ, നിങ്ങൾ സാധാരണ കാണലിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക, ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും, വെറൈറ്റി വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.